ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷുഡ് ഹാവ് ഡെയിലി ലൈഫിലെ കോൺവെർസേഷനിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഷുഡ് ഹാവ് ഒന്നും അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഷുഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അഡ്വൈസ് കൊടുക്കാനാണ്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്, നീ നന്നായി പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഉപദേശിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അപ്പോൾ ഷുഡിൻ്റെ ഒരു മെയിൻ യൂസ് ആണ് ടു ഗീവ് അഡ്വൈസ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഡ്യൂട്ടി, അതല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഇതിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഷുഡ് യൂസ് ചെയ്യാം. ഇനി ടു ഷോ എക്സ്പെക്റ്റേഷൻ, അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ. അപ്പോൾ ഈ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് മെയിനായിട്ട് ഷുഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആസ്കിങ് ഫോർ പെർമിഷൻ, പെർമിഷൻ ചോദിക്കുന്ന സമയത്തും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 3-4 സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു ഷുഡ് യൂസ് ചെയ്യാവുന്നത്. ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ടു ഷോ എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ ആസ്കിങ് ഫോർ പെർമിഷൻ. ഈ എക്സ്പ്ലനേഷൻ മാത്രം പോരാ അല്ലേ? വിത്ത് സെന്റൻസ് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സെന്റൻസസ് നോക്കാം. നീ നല്ലതുപോലെ പഠിക്കണം. ജീവിതത്തിൽ ഇത് കേൾക്കാത്തവരായിട്ടും പറയാത്തവരായിട്ടൊക്കെ ആരും തന്നെ കാണില്ല. ഒന്നില്ലെങ്കിൽ കേട്ട് കാണും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉപദേശിച്ച് കാണും. അപ്പൊ നമുക്ക് എങ്ങനെ ഉപദേശിക്കാം? നീ നല്ലതുപോലെ പഠിക്കണം. യു ഷുഡ് സ്റ്റഡി വെൽ. നീ അങ്ങനെ ചെയ്യണം എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഡാണ്. യു ഷുഡ് സ്റ്റഡി വെൽ. നീ നന്നായി പഠിക്കണം. നീ കൃത്യസമയത്ത് വരണം. You should come on time. കൃത്യസമയത്ത് വരണം, on time. You should come on time. അവൻ കൂടുതൽ വെള്ളം കുടിക്കണം. He should drink more water. അവൻ കൂടുതൽ വെള്ളം കുടിക്കണം. He should drink more water. അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഷുഡ് യൂസ് ചെയ്യുന്നത്. മറ്റ് എക്സാമ്പിൾസ് കൂടി നോക്കാം. നീ അവൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കരുത്. അപ്പൊ ഇത്രയും നേരം ചെയ്യണം എന്നതിനെ നമ്മൾ ഷുഡാണ് പറഞ്ഞത്. അപ്പൊ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. ഷുഡിൻറ്റ്. നീ അവൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കരുത്. യു ഷുഡിൻറ്റ് ഗീവ് ഹർ ചോക്ലേറ്റ്സ്. നീ അവൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കരുത്. ഇനി നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ചില സിറ്റുവേഷൻസിൽ അല്ലേ, ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെ പറയാം? വാട്ട് ഷുഡ് ഐ ഡു? What should I do? ഞാൻ എന്ത് ചെയ്യണം? What should I do? ഞാൻ ഈ കാറ് വാങ്ങണോ? Should I buy this car? ഞാൻ ഈ കാറ് വാങ്ങണോ? ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അവളോട് സംസാരിക്കണോ? Should I talk to her about this? ഞാൻ ഇതിനെ പറ്റി അവളോട് സംസാരിക്കണോ? Should I talk to her about this? ഇപ്പൊ നമുക്ക് ഷുഡ് ക്ലിയർ ആയി. ഇപ്പൊ ചെയ്യണം എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഇനി മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ ചെയ്യണമായിരുന്നു? എപ്പോഴാ പറയാ?
റിഗ്രറ്റിൽ അല്ലേ, അല്ലെങ്കിൽ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയിൽ, അതുമല്ലെങ്കിൽ എ മിസ്റ്റേക്ക് ഇൻ ദ പാസ്റ്റ്. ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ സാധാരണ ചെയ്യണമായിരുന്നു എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞാൽ ദ റൈറ്റ് തിങ് ടു ഡു ഇൻ ദ പാസ്റ്റ് ബട്ട് ഡിഡ് നോട്ട് ഹാപ്പൻ. ഈ ഒരു സിറ്റുവേഷനിലാണ് ഷുഡ് ഹാവ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് പറയുമ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആകും. നീ നന്നായി പഠിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു സെന്റൻസ് ആണ് നീ നന്നായി പഠിക്കണമായിരുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഷുഡ് അല്ല യൂസ് ചെയ്യുന്നത്, ഷുഡ് ഹാവ് ആണ്. യു ഷുഡ് ഹാവ്, ഇവിടെ നമ്മൾ സ്റ്റഡി എന്നല്ല യൂസ് ചെയ്യുന്നത്, സ്റ്റഡീഡ് എന്നാണ്. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. അവൾ ക്ഷമ ചോദിക്കണമായിരുന്നു, അവൾ ക്ഷമ ചോദിക്കണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ്ഡ്, അവൾ ക്ഷമ ചോദിക്കണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ്ഡ്. അപ്പൊ ആ അവസരത്തിൽ അങ്ങനെ ചെയ്തില്ല, ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ്ഡ്. അപ്പൊ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അപ്പൊ നമ്മൾ പറയാണ് അവൾ അവിടെ ക്ഷമ ചോദിക്കണമായിരുന്നു. ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്യണമായിരുന്നു, ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ചെക്ക്ഡ് ദ മെസ്സേജ്. അപ്പൊ ആ സമയത്ത് ഞാനത് ചെയ്തില്ല, അങ്ങനെ ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ചെക്ക്ഡ് ദ മെസ്സേജ്, ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്യണമായിരുന്നു. അവൻ ഞങ്ങളെ നേരത്തെ അറിയിക്കണമായിരുന്നു, അപ്പൊ അവൻ അത് ചെയ്തില്ല, അങ്ങനെ ചെയ്യണമായിരുന്നു. ഹി ഷുഡ് ഹാവ് ഇൻഫോംഡ് ആസ് ഏർലിയർ, as earlier. He should have informed us earlier. അവൻ ഞങ്ങളെ നേരത്തെ അറിയിക്കണമായിരുന്നു. ഞാൻ നീ പറഞ്ഞ കാര്യം കേൾക്കണമായിരുന്നു, അല്ലെങ്കിൽ നിന്റെ വാക്ക് കേൾക്കണമായിരുന്നു. I should have listened to you. അപ്പൊ ആ സമയത്ത് ഞാനത് ചെയ്തില്ല, അങ്ങനെ ചെയ്യണമായിരുന്നു. I should have listened to you. I should have listened to you. ഞാൻ നീ പറയുന്നത് അല്ലെങ്കിൽ നീ പറഞ്ഞ കാര്യം കേൾക്കണമായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഷുഡ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഷുഡിന്റെ കൂടെ ബേസ് ഫോം ആണ് യൂസ് ചെയ്തത്. ഷുഡിന്റെ കൂടെ വെർബിന്റെ ബേസ് ഫോം ആണ് യൂസ് ചെയ്തത്. എന്നാൽ ഷുഡ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെർബിന്റെ ബേസ് ഫോം അല്ല, V3 ആണ്, വെർബിന്റെ മൂന്നാമത്തെ രൂപം. ഈ ഒരു കാര്യം മാത്രമാണ് ഇതില് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കൂടുതൽ ഗ്രാമർ റൂൾസ് ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഷുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യണം എന്നൊരർത്ഥത്തിലും ഷുഡ് ഹാവ് ചെയ്യണമായിരുന്നു എന്ന അർത്ഥത്തിലുമാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.